എപ്പോഴും കണ്ണുകൾ അടഞ്ഞു പോകുമ്പോൾ ഡോറ് തട്ടുകേട്ടു. നന്ദൻ മെല്ലെ ദേവുവിനെ മാറ്റിക്കിടത്തി പാതി ഉറക്കത്തോടെ ഡോർ തുറന്നു. മഴ നനഞ്ഞുകൊണ്ട് ഉമ്മറത്ത് നിൽക്കുന്നവനെ കണ്ടതും നന്ദന്റെ കണ്ണുകൾ വികസിച്ചു. ദിനേശ്! നന്ദന്റെ സ്വരം വിറച്ചു. നന്ദൻ അനങ്ങാൻ പോലും കഴിയാതെ അവിടെ തന്നെ നിന്നു. നന്ദ! ദിനേശ് അടുത്തേക്ക് വന്നതും നന്ദൻ കൈവീശി ഒന്ന് കൊടുത്തു. കവിൾ തരിച്ചു പോയിരുന്നു. തലയ്ക്കൊരു പെരുപ്പ്. ദിനേശ് അടിയിൽ ആഞ്ഞുപോയി. ഇപ്പോൾ ഇറങ്ങിക്കോണം നീ. ഇനി എന്തെങ്കിലും പറഞ്ഞാൽ കൂടിപ്പോവും. നന്ദൻ വിരൽ ചൂണ്ടി നിന്ന് കിതച്ചു. എടാ, പറ്റിപ്പോയി. ചെയ്തത് തെറ്റായിപ്പോയെന്ന് വൈകിയ അറിഞ്ഞത്. അവളോടെല്ലാം പറഞ്ഞപ്പോൾ അവളും എന്നെ വെറുത്തു. ചീ, നിർത്തട നായെ. കൂടെ നിൽക്കുന്നവനെ വിശ്വാസവഞ്ചന ചെയ്താൽ കൂടെ കഴിയുന്നവള് നിന്നെ വിശ്വസിക്കൂ? പറ്റിപ്പോയടാ, പറ്റിപ്പോയി. അപ്പോഴത്തെ പൊട്ടബുദ്ധിയിൽ. പക്ഷെ തെറ്റ് മനസ്സിലായപ്പോൾ എല്ലാം ഞാൻ അവളോട് തുറന്നു പറഞ്ഞു. ഇത്ര വലിയ നീചനെ അവൾക്ക് വേണ്ടെന്ന് പോയിക്കൊള്ളാൻ പറഞ്ഞു. നന്ദൻ അതൊന്നും കേൾക്കാൻ താല്പര്യമില്ലാതെ അകത്തേക്ക് നോക്കി. ദേവു അപ്പോഴും ഉറക്കത്തിൽ തന്നെയാണ്. നീ പോവാൻ നോക്ക്. എൻ്റെ ജീവിതവും ജീവനും പ്രണയവുമൊക്കെ ആ അകത്ത് കിടക്കുന്ന ഒരുത്തി മാത്രമാ. അവളിതൊന്നും അറിയണ്ട. പോ. നന്ദൻ അവനെ തള്ളിമാറ്റി അകത്തേക്ക് കയറി വാതിൽ കൊട്ടിയടച്ചു. രാവിലെ ദേവു ജോലിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് റെഡിയായിട്ടും നന്ദ എഴുന്നേറ്റില്ല. ഇങ്ങേര് ഇന്നലെ കക്കാൻ പോയോ? ദേവു അവനെ നോക്കി ഇറങ്ങാൻ തയ്യാറായി. വിളിക്കാൻ തോന്നിയില്ല. കിടക്കട്ടെ എന്ന് കരുതി. എന്നാൽ തലയിൽ തലോടി കടന്നു പോകാൻ നിൽക്കുമ്പോഴേക്കും കയ്യിൽ പിടിവീണു. ദേവു തലചരിച്ചു. എവിടേക്കാ നീ? കണ്ണൊന്ന് ചിമ്മിത്തുറന്നു അവൻ. കോളേജിലേക്ക്. ഹാൾ ടിക്കറ്റ് വാങ്ങാൻ. നിക്ക്, ഞാൻ കൊണ്ടുവിടാം. നന്ദൻ എഴുന്നേൽക്കാൻ തുടങ്ങി. വേണ്ട, നീതു അവിടെ നിൽക്കുന്നുണ്ട്. ഞങ്ങൾ ബസ്സിൽ പോയിക്കൊള്ളാം. നോക്കിപ്പോ. പൈസ ഉണ്ടോ? നന്ദൻ അവളെ കൈവലിച്ച് അവളുടെ കവിളിൽ ഒന്ന് ചുംബിച്ചു. പോയി വന്നിട്ട് ബാക്കി. ഒരു കണ്ണടച്ച് കാണിച്ചപ്പോൾ പെണ്ണിന്റെ മുഖമൊന്ന് ചുവന്നു. പോ നന്ദേട്ടാ, നാണത്തോടെ പറഞ്ഞിട്ട് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. അധികം നേരം കിടക്കണ്ട, കഴിച്ചിട്ട് കിടക്കട്ടോ. ദേവു ഉമ്മറത്തേക്ക് ഇറങ്ങി നിന്ന് വിളിച്ച് കൂവുന്നുണ്ട്. നന്ദൻ ബെഡിൽ കിടന്നൊന്ന് മറിഞ്ഞു ഉമ്മറത്ത് നിൽക്കുന്നവളെ നോക്കി ചിരിച്ചു. ദേവു വേഗം ഇറങ്ങി. തോടിന്റെ അപ്പുറം പാലത്തിലേക്ക് കടക്കുമ്പോൾ നീതു മുഖം വീർപ്പിച്ച് നിൽക്കുന്നുണ്ട്. സോറിഡി. പോടി. മനുഷ്യൻ ഇവിടെ അരമണിക്കൂറായി വെയിറ്റ് ചെയ്യുന്നു. കണ്ണിൽ ചോര്. സോറിഡി പൊന്നെ. പിന്നെ പറ, നിന്റെ നരേശേട്ടൻ വിളിച്ചോ? അയ്യോടി സോപ്പി, നടക്ക അങ്ങോട്ട്. നീതു ദേവുവിനെ പിടിച്ച് മുന്നോട്ട് തള്ളി. രണ്ടാളും തല്ലുകൂടി നടക്കുന്നത് കണ്ട് ഉമ്മർത്ത് നിന്ന നന്ദൻ ചിരിച്ചു. എന്നിട്ട് നീയൊന്നും ചോദിച്ചില്ലേ? നീതു ഹാൾ ടിക്കറ്റ് വാങ്ങി തിരികെ വരുമ്പോഴാണ് ദേവു നന്ദന്റെ മാറ്റത്തെക്കുറിച്ച് പറഞ്ഞത്. ഇല്ല, പറയാൻ മനസ്സുണ്ടെങ്കിൽ പറയട്ടെ. എന്തോ പ്രശ്നമുണ്ട്. പക്ഷെ പറയുന്നില്ല, ദേവു പറഞ്ഞു. ഇനി സ്നേഹയുടെ കാര്യം എന്തെങ്കിലും ആവോ? നീതു പറഞ്ഞു. ഏയ്, അവരിപ്പോൾ നല്ല സ്നേഹത്തിലാണെന്നാ പറഞ്ഞ്. പിന്നെ എന്താവും? ആവോ, നീ ഒന്ന് സ്ട്രോങ് ആയി ചോദിച്ചാൽ ആള് പറയും. പറഞ്ഞില്ലെങ്കിൽ പറയുന്നവരെ പിണങ്ങി നടക്ക്. അതൊന്നും പറ്റില്ല. ആളോട് മിണ്ടാതിരുന്നാൽ എന്തോ പോലെയാ, ദേവു സങ്കടത്തോടെ പറഞ്ഞു. എന്നാൽ നീ എന്തേലും ചെയ്. നീതു കെറുവോടെ പറഞ്ഞിട്ട് ബസ് സ്റ്റോപ്പിലേക്ക് കയറി നിന്നു. ദേവു ചിരിച്ചേയുള്ളൂ. എന്തായാലും നന്ദേട്ടൻ പറയും എപ്പോഴെങ്കിലും. അപ്പോഴേക്കും ഫോണ് ബെല്ലടിച്ചു. രാവിലെ കഴിച്ചപ്പോൾ ഒരു നേരമായി. ഉച്ചയ്ക്ക് ദേവു വന്നിട്ട് കഴിക്കാമെന്ന് കരുതി നന്ദൻ അവളെ കാത്തിരുന്നു. ഡോറ് തട്ടുകേട്ടപ്പോൾ വളരെ സന്തോഷത്തോടെ പോയി ഡോർ തുറന്നു. എന്നാൽ ഉമ്മറത്ത് നിൽക്കുന്ന സ്നേഹയെ കണ്ടപ്പോൾ മുഖം മങ്ങി, നെറ്റി ചുളിഞ്ഞു. എന്താ? നന്ദൻ ഒട്ടും താല്പര്യമില്ലാതെ മുഖം തിരിച്ചു. ഞാൻ പറയുമ്പോൾ വല്ലാത്ത ബുദ്ധിമുട്ട് തോന്നി. കരഞ്ഞു വീർത്ത കൺപോളകൾ വീണ്ടും കണ്ണീരാൽ നനഞ്ഞു. ദിനേശേട്ടൻ ഇന്നലെ രാത്രി എന്തൊക്കെയോ പറഞ്ഞു. പറയുമ്പോൾ വാക്കുകൾ ഇടറി. സ്നേഹ കണ്ണുകൾ തുടച്ചു. കേട്ടതൊന്നും വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. ഒരുപാട് വഴക്ക് പറഞ്ഞു. കൺമുന്നിൽ കാണണ്ട, എങ്ങോട്ടെങ്കിലും പോയിക്കോളാനൊക്കെ. സ്നേഹ വിങ്ങിപ്പൊട്ടി. നന്ദൻ പുച്ഛത്തോടെ ചുണ്ടുകൂട്ടി. പക്ഷേ ഈ നേരം വരെ വന്നിട്ടില്ല. എല്ലാവരോടും വിളിച്ചു ചോദിച്ചു. തൻ്റെ സാരിത്തുമ്പ് കൊണ്ട് കണ്ണു തുടയ്ക്കുമ്പോൾ ഇനിയെന്തെന്ന സംശയത്തോടെ നന്ദൻ്റെ കണ്ണുകൾ ചുരുങ്ങി. അതിന് രാത്രി ഇവിടെ വന്നിരുന്നു. ഞാനെല്ലാം മുമ്പേ അറിഞ്ഞു. അതുകൊണ്ട് അപ്പോൾ തന്നെ ഇറക്കി വിട്ടു. കൂടുതലൊന്നും എനിക്കറിയില്ല. സ്നേഹ പോവാൻ നോക്ക്. നന്ദൻ ഡോറടയ്ക്കാൻ പോയതും അവൾ ഡോറിൽ പിടിച്ചു. പ്ലീസ് നന്ദേട്ടാ, എന്തെങ്കിലും അറിയാമെങ്കിൽ പറ. എന്തിന്? എനിക്കൊന്നും അറിയില്ല. ഇത് ഇത്രയൊക്കെ ആയതിന് പ്രധാന കാരണം നീ തന്നെയല്ലേ? എന്നെക്കൊണ്ടൊന്നും പറയിപ്പിക്കാതെ സ്നേഹ പോവാൻ നോക്ക്. നന്ദൻ അമർഷത്തോടെ ഡോറടയ്ക്കുമ്പോൾ സ്നേഹയുടെ കരച്ചിൽ കേൾക്കാമായിരുന്നു. ദേവു നീതും തോടിന്റെ പാലത്തിൽ തന്നെ നിന്നു. സ്നേഹ കണ്ണീർ തുടച്ചു പോകുന്നത് നോക്കി ദേവു നെറ്റി ചുളിച്ചു. ദേവു, നമ്മൾ വിചാരിക്കുന്ന പോലെ നിസ്സാര പ്രശ്നമല്ല. എന്തോ കാര്യമായിട്ടുണ്ട്. നീതു പറഞ്ഞത് കേട്ട് ദേവുവിൻ്റെ നെഞ്ച് വല്ലാതെ മിടിച്ചു.
അടിവയറ്റിലൊക്കെ എന്തോ ഉരുണ്ടുമറിയുന്ന പോലെ. നീ നന്ദേട്ടൻ്റെ കൂടെ വരുന്നോ അതോ ഞാൻ കാത്തു നിൽക്കണോ? നിക്ക്, ഞാൻ പറഞ്ഞിട്ട് വരാം. തൊണ്ടയിടറി. വാതിൽ മെല്ലെ തട്ടി 2 തവണ തട്ടേണ്ടി വന്നു. പെട്ടെന്നാണ് വാതിൽ തുറന്നത്. അരിശത്തോടെ വന്ന മുഖത്ത് ഒരുതരം വെപ്രാളവും സമാധാനവും ഒരുമിച്ച് വരുന്നത് അറിഞ്ഞു. നീ എപ്പോ വന്നു? ആശ്വാസത്തോടെ. അത് പറയുമ്പോൾ തന്നെ അറിയാം സ്നേഹം വന്നത് കണ്ടോ എന്ന് അറിയാനാണെന്ന്. ഞാൻ എന്ത് മറുപടി പറയണമെന്ന് കഴിയാതെ ഉഴറി. പിന്നെ അവനെ നോക്കാതെ അകത്തേക്ക് കയറി 2-3 ജോഡി ഡ്രസ്സ് എടുത്ത് ബാഗിൽ വെച്ചു. നീ എങ്ങോട്ടാ? പേടിയോടെ വന്ന് കയ്യിൽ പിടിച്ചപ്പോൾ പതറിപ്പോയത് താനാണ്. ഞാൻ വീട്ടിലേക്ക്. അമ്മയൊന്ന് വീണു. ഏട്ടൻ വിളിച്ചിരുന്നു. മുഖം താഴ്ത്തിയാണ് പറഞ്ഞത്. എന്തോ ആ മുഖം കണ്ടാൽ ദേഷ്യപ്പെടാൻ പോലും തനിക്ക് കഴിയില്ല. എന്നിട്ട് 2 ദിവസം അവിടെ നിൽക്കാൻ പറഞ്ഞു. നീതു കാത്തു നിൽക്കുന്നുണ്ട്. അവന് മുഖം കൊടുക്കാതെ ഫോണിൻ്റെ ചാർജറൊക്കെ എടുത്തു വെച്ചു. തിരിഞ്ഞു നടക്കുമ്പോഴെങ്കിലും നന്ദന എല്ലാം തുറന്നു പറയുമെന്ന് കരുതി. എന്നാൽ അതും കാണാതായപ്പോൾ ഉള്ളാലെ കരഞ്ഞു. നന്ദന ടെൻഷൻ കൂടി. സ്നേഹം വന്നത് കണ്ടു കാണുമോ? കണ്ടില്ലെങ്കിൽ എല്ലാം താൻ തന്നെ പറഞ്ഞവളെ ടെൻഷനാക്കണോ? എന്നാൽ തനിക്ക് മുഖം തരാതെ പോകുന്നവളെ കണ്ടിട്ട് അവന് സംശയം തോന്നി. ദേവ് വേഗം ഉമ്മറത്തേക്കിറങ്ങി ചെരുപ്പ് ധരിച്ചു. നന്ദന അപ്പോഴും അവളെ പ്രതീക്ഷയോടെ നോക്കുന്നുണ്ട്. ദേവ് തിരിഞ്ഞു നോക്കാതെ വേഗം നടന്നു. മുള്ളുവേലിക്കരികിൽ എത്തിയതും അവളൊന്ന് നിന്നു. ശ്വാസം ഒന്ന് ആഞ്ഞു ശ്വസിച്ചു വിട്ടു. നന്ദന നേരെ തിരിഞ്ഞു. നന്ദേട്ടൻ എന്നോട് എന്തെങ്കിലും പറയാനുണ്ടോ? പാത്രിപ്പോയ ചോദ്യത്തിന് മുന്നിൽ അവനില്ലെന്ന് തലയാട്ടി. ദേവുവിൻ്റെ കണ്ണുകൾ നിറഞ്ഞു വന്നു. കണ്ണീർ അതിവേഗം കവിളിലേക്ക് ഒഴുകി. ബാഗിൽ പിടിമുറുക്കി തിരിഞ്ഞു നടക്കുമ്പോൾ അവൾ മൗനമായി കരഞ്ഞു തുടങ്ങിയിരുന്നു. നന്ദൻ ഇറങ്ങി പുറകെ ചെന്നു. നീതു അവളെ ചേർത്ത് പിടിച്ചു പോകുന്നേ കണ്ടപ്പോൾ ഉള്ളു വല്ലാതെ പിടച്ചു. ദേവു ഉറക്കി വിളിച്ചെങ്കിലും നീതുവാണ് നോക്കിയത്. ഒരു നോട്ടം പോലും തരാതെ ദേവു വേഗം കാലുകൾ നീട്ടിവെച്ച് മുന്നോട്ട് നടന്നു. അവൾ വേഗത്തിൽ നടക്കുന്ന കണ്ടപ്പോൾ നന്ദൻ വേലിക്കരികിൽ തന്നെ നിന്നു. നന്നായി വിശന്നതാണ്. പക്ഷെ ആ വിശപ്പൊക്കെ എങ്ങോട്ടോ പോയി. ഉച്ചവെയിലാണ് നിൽക്കുന്നതെന്ന ഓർമ്മ പോലും വന്നില്ല. മെല്ലെ അകത്തേക്ക് കയറി ഫോണെടുത്ത് കണ്ണനെ വിളിച്ചു. എല്ലാം നേരിട്ട് പറയാമെന്ന് പറഞ്ഞ് ഫോൺ കട്ടാക്കി. ദേവു വീട്ടിലെത്തുമ്പോൾ അമ്മ കിടക്കുന്നുണ്ട്. തൽക്കാലം തൻ്റെ സങ്കടമൊന്നും അവിടെ അറിയിക്കേണ്ടെന്ന് തോന്നി. അച്ഛനും ഏട്ടനും അടുക്കളയിലേക്ക് കയറിയെന്ന് കേട്ടപ്പോൾ അവൾക്ക് അതിശയം തോന്നി. നിന്നെ നന്ദൻ സഹായിക്കില്ലേ? അതൊക്കെ കണ്ടിട്ടാണെന്ന് തോന്നുന്നു. മാലിനി ചിരിച്ചു. ദേവുവിന് ചിരിക്കാതിരിക്കാൻ കഴിഞ്ഞില്ല. പക്ഷേ എവിടെയോ ഒരു തടസ്സം. ജോലികൾ കുറേ ഉണ്ടായിരുന്നു. എല്ലാം ഭംഗിയായി ചെയ്യുന്ന കണ്ടപ്പോൾ മാലിനി അവളെ അത്ഭുതത്തോടെ നോക്കി. ദേവു ആ നോട്ടം കണ്ട് ഒന്ന് പുരികമുയർത്തി. അല്ല, ഇവിടെ മുറ്റം മാത്രം അടിച്ച് അല്ലറ ചില്ലറ സഹായം മാത്രം ചെയ്തു തന്ന എൻ്റെ മോള് തന്നെയാണോ എന്ന് നോക്കിയതാ, മാലിനി പറഞ്ഞു. ദേവു ചിരിച്ചു. അല്ലെങ്കിലും പെൺകുട്ടികളെ ഒന്നിനും പഠിപ്പിക്കേണ്ട. സാഹചര്യങ്ങൾ വരുമ്പോൾ അവർ തന്നെ തനിയെ പഠിച്ചോളും. അത് പറയുമ്പോൾ മാലിനിയുടെ മുഖത്ത് നിരാശ നിറഞ്ഞു. ദേവു തൻ്റെ അമ്മയെ തിരിഞ്ഞു നോക്കി. മരുമകനെക്കുറിച്ച് ഒരുപാട് പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു. നല്ലൊരു ജോലിക്കാരൻ, വലിയൊരു വീട്, അവിടെ മകളെ സഹായിക്കാൻ ജോലിക്കാർ, സ്നേഹം നിറഞ്ഞ അമ്മായിയമ്മ. ദേവു പുച്ഛത്തോടെ ഒന്ന് ചിരിച്ചു. രാവിലെ അച്ഛൻ കഞ്ഞി വെച്ചു. ദർശൻ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകി തന്നിട്ടുണ്ട്. ദേവു ഫ്രിഡ്ജിൽ നിന്ന് മീനെടുത്ത് കുടംപുളിയിട്ട് വെച്ചു. അച്ഛൻ വില്ലേജ് ഓഫീസിൽ നിന്ന് വരാറായി. തേങ്ങ അരച്ച് ചെറിയ ഉള്ളിയും തളിച്ചു കഴിഞ്ഞപ്പോൾ മാലിനി കവിളിൽ കൈവച്ചു. തൻ്റെ മകൾ ഓരോ ജോലിയും ചെയ്യുന്നത് എത്ര അടുക്കും ചിട്ടയോടെയാണ്. ഉച്ചയ്ക്ക് കഴിക്കാൻ വന്ന നാരായണൻ ചോറിൽ കറി പകർത്തി കൂട്ടുമ്പോൾ അയാളുടെ മുഖവും തെളിഞ്ഞു. പക്ഷെ ദേവുവിൻ്റെ മനസ്സിൽ മുഴുവനും ആ കാഴ്ചയാണ്. നന്ദേട്ടൻ അപ്പോൾ തന്നെ എല്ലാം പറയണ്ടേ? ചേച്ചി കണ്ടു കാണും സ്നേഹം വന്നത്, കണ്ണൻ പറഞ്ഞു. നെറ്റിൽ വിരൽ ഒഴിഞ്ഞതല്ലാതെ നന്ദനൊന്നും പറഞ്ഞില്ല. നന്ദേട്ടാ, ഇനി ഈ പ്രശ്നം വലുതാക്കാൻ നിൽക്കണ്ട. ചേച്ചിയോടും എല്ലാം തുറന്നു പറഞ്ഞേക്ക്. ഇനിയും പറഞ്ഞില്ലെങ്കിൽ പ്രശ്നം വഷളാകും. കണ്ണൻ എഴുന്നേറ്റു. അവനെ നോക്കി കണ്ണൻ പുറത്തേക്കിറങ്ങി. നന്ദൻ അപ്പോഴും ആലോചനയിലാണ്. എല്ലാം പറഞ്ഞു കഴിഞ്ഞാൽ, തന്നെ കൊല്ലാൻ ശ്രമിച്ചെന്നറിഞ്ഞാൽ, പകരമാണ് സുകുമാരേട്ടൻ മരിച്ചതെന്നറിഞ്ഞാൽ തലപ്പെരിക്കുന്നു. വണ്ടിയെടുത്ത് നേരെ പോയത് കള്ള് ഷോപ്പിലേക്കാണ്. എത്ര കുടിച്ചെന്ന് അറിയില്ല. ബോധം അറിയുന്നവരെ കുടിച്ചു. ബൈക്കെടുത്ത് എങ്ങനെ വീട്ടിലെത്തിയെന്ന് പോലും അവനറിഞ്ഞില്ല. റൂമിലേക്ക് നടക്കുമ്പോൾ കാലുകൾ ഇടറി. ഒരു വിധേനെ ബെഡിലേക്ക് വീണു. നന്ദേട്ടൻ ഉച്ചയ്ക്ക് കഴിച്ചാവോ? മുറ്റത്തെ തെങ്ങ് മുറിച്ച തടിയിലിരിക്കുമ്പോൾ ദേവി ചിന്തയോടെ ഇരുന്നു. ഇല്ല, നീ പോയ വിഷമത്തിൽ കഴിക്കാതിരിക്കാവും. ഒന്ന് പോടി, നീതു പറഞ്ഞു. കഴിച്ചാൽ മതിയായിരുന്നു. അതൊക്കെ കഴിക്കും. മറ്റന്നാൾ എക്സാമാണ്, നീ പഠിച്ചോ? എവിടുന്ന്? അതിനൊന്നും നേരം കിട്ടിയില്ല. പിന്നെ എന്തിനാ നേരം കിട്ടിയേ? നീതു ആക്കി ചിരിച്ചു.
പോടി, ഞാൻ പോവാ, വിളക്ക് വെക്കാനായി. കുറച്ചു കഴിഞ്ഞ് പോവാടി. പോടി തേണ്ടി, പഠിക്കാനുണ്ട്, ഇനി വൈകിയാൽ അമ്മ കൊല്ലും. നീതു യാത്ര പറഞ്ഞ് ഇറങ്ങി. ദേവു അസ്വസ്ഥതയോടെ അവിടെ തന്നെ ഇരുന്നു. ഉച്ച കഴിഞ്ഞാണ് അവളൊന്ന് വന്നത്. സംസാരിച്ചിരുന്നു. നേരം പോയത് അറിഞ്ഞില്ല. അവൾ വന്നപ്പോൾ കുറച്ചു മുമ്പേ നടന്നത് മറന്നുപോയിരുന്നു. എന്നാൽ തനിച്ചിരിക്കുമ്പോൾ അതുമാത്രമേ ഓർമ്മ വരുന്നുള്ളൂ. ചെറുതായി ഇരുട്ട് പടർന്നു തുടങ്ങി. ഉള്ളിൽ വല്ലാത്തൊരു അസ്വസ്ഥത നിറഞ്ഞു. മെല്ലെ എഴുന്നേറ്റ് അകത്തേക്ക് കയറി. അമ്മ TV കണ്ട് ഇരിക്കുന്നുണ്ട്. രാത്രിയിലേക്ക് എന്തെങ്കിലും ഉണ്ടാക്കണോ അമ്മേ? ഏയ്, ചോറുണ്ടല്ലോ. ആ ചെക്കന് ഒരു നേരമെങ്കിലും ചോറ് വേണം. നീതു പോയോ? പോയി. നീ ഇന്ന് ഇവിടെ കിടക്കോ അതോ നന്ദൻ വരുമോ? ഞാനിവിടെ 2 ദിവസം നിൽക്കാൻ വേണ്ടി വന്നതാ. ഓ, നിന്നാൽ മതി. മാലിനി വീണ്ടും ടിവിയിലേക്ക് നോക്കി. ദേവു തിരികെ തൻ്റെ മുറിയിലേക്ക് നടന്നു. ബെഡിലിരിക്കുന്ന ബുക്കെടുത്ത് തുറന്നു. കുറച്ചൊക്കെ പഠിക്കണമെന്നുണ്ട്, പക്ഷെ കഴിയുന്നില്ല. ഡോറിൽ തട്ട് കേട്ടപ്പോൾ ദേവു ടോപ്പ് ഒതുക്കി നേരെ ഇരുന്നു. വാ. ഡോർ തുറന്ന് ദർശൻ വന്നു. കയ്യിൽ പ്ലേറ്റിൽ എന്തോ ഉണ്ട്. എന്താ ഏട്ടാ? ദേവു കാലുകൾ താഴേക്ക് ഇറക്കി വെച്ചു. നിനക്ക് കുറച്ചു എണ്ണ പലഹാരം വാങ്ങിയതാടി. ദാ ചമ്മന്തിയുമുണ്ട്. ദർശൻ അവളുടെ ഒപ്പം ഇരുന്നു. രണ്ടാളും കൂടി കുറച്ചെടുത്ത് കഴിച്ചു. ദേവു ചോദിക്ക്. എന്ത്? അല്ല, എന്തോ ചോദിക്കാൻ ഉണ്ടെന്ന് മനസ്സിലായി. അത് പിന്നെ നമ്മുടെ നീതുവിന് ലൈൻ വല്ലതും ഉണ്ടോ? ദേവു കണ്ണും വെച്ചു. അല്ല, ഉണ്ടെങ്കിൽ ഏട്ടൻ എന്താ? ഒന്നുമില്ല, ചുമ്മാ അറിയാൻ. അല്ല, ഏട്ടൻ്റെ ഗോപികയോ? അവൾ അവിടെ തന്നെ ഉണ്ട്. നീ ഇത് പറ. ഉണ്ട്. ആളെ ഏട്ടന് അറിയുന്ന ആളാ. ആര്? നമ്മുടെ നരേശേട്ടൻ. ദർശൻ ചാടി എഴുന്നേറ്റു. അവനോ? അവന് ബാംഗ്ലൂർ വല്ല ലൈനുണ്ടാവും. നല്ലപോലെ ആലോചിച്ചിട്ട് പോരെ. അത് അവളല്ലേ ആലോചിക്കണ്ടേ? ആ, ഞാൻ പറയാം. ദർശൻ പിന്നെയും അവിടെ തന്നെ നിന്നു. ശരിക്കും ഏട്ടന് എന്താ പ്രശ്നം? എനിക്കോ? എനിക്കെന്ത്? ദർശൻ നിസ്സാരമായി പറഞ്ഞിട്ട് മുറിക്ക് പുറത്തേക്ക് ഇറങ്ങി. ദേവുവിന് ചിരി വന്നു. അപ്പോൾ തന്നെ നീതുവിനെ വിളിച്ച് പറയാൻ ഫോൺ എടുത്തതാണ്. എന്നാൽ നന്ദിൻ്റെ കോൾ വരുന്ന കണ്ടപ്പോൾ അവൾ ഫോണ് ടേബിളിൽ വെച്ചു. പിന്നെ 2 വട്ടം കോൾ വന്നു. എടുക്കാൻ തോന്നിയില്ല. വാശി. മെസ്സേജ് ടോൺ വന്നതും ദേവു വാട്സപ്പ് എടുത്ത് നോക്കി. ദേവു, ഞാൻ പുറത്തുണ്ട്, നീ വാ. വോയിസ് മെസ്സേജ് കേട്ടതും ദേവു ഉടനെ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. വേലിക്കരികിൽ ഒരു കായുമുണ്ട് കാണുന്നുണ്ട്. ദേവു വേഗം ഹാളിൽ ചെന്നു. TV കാണുന്ന അച്ഛനും അമ്മയും അവളെ നോക്കി. ദേവു, എങ്ങോട്ടാ? ഞാൻ നന്ദേട്ടൻ പുറത്തുണ്ട്. നാരായണൻ താല്പര്യമില്ലാതെ മൂളി. ദേവു മുറ്റം കഴിഞ്ഞ് വഴിയിലേക്ക് ഇറങ്ങി നിന്നതും അവളുടെ കയ്യിൽ കടന്നു പിടിച്ചു വലിച്ച് നന്ദൻ. വിട് നന്ദേട്ട. ദേവു കൈകുടഞ്ഞു. ഡി. അവളെ ബലം പ്രയോഗിച്ച് ദേഹത്തേക്ക് ചേർത്ത് നിർത്തി. ചെറിയ വെളിച്ചത്തിലും ചുവന്ന കണ്ണിലെ പാവം കണ്ട് അവൾ ഉമിനീരിറക്കി. കുടിച്ചിട്ടുണ്ട്. അവളുടെ നോട്ടം കണ്ട് അവൻ പിടിയാച്ചു. ദേവു ഇതുവരെ തൻ്റെ മുന്നിൽ കാണാത്ത നന്ദൻ്റെ ആ പാവത്തെ അല്പം ഭയത്തോടെ നോക്കി നിന്നു. കുടിച്ചാലേ നിന്റെ മുന്നിൽ വന്നു നിന്ന് ഇതൊക്കെ പറയാൻ പറ്റൂ. നീ വാ, നമുക്ക് വീട്ടിൽ പോവാം. ഞാനെങ്ങുമില്ല. ദേ, വെറുതെ വാശി കാണിക്കാതെ വാ നീ. ഇപ്പോൾ നിന്നോട് പറഞ്ഞാൽ തീരാവുന്ന പിണക്കമേ ഉള്ളൂ. ഇനി അത് വെറുതെ അത് മനസ്സിൽ വെച്ച് കൂട്ടണ്ട. അവളുടെ കയ്യിൽ പിടിച്ചു വലിച്ചു. വിട് നന്ദേട്ട. എന്തായാലും ഈ കെട്ട് ഇറങ്ങിയിട്ട് നാളെ പറഞ്ഞാൽ മതി. ദേവു ദേഷ്യത്തിൽ തിരിഞ്ഞു നടക്കാൻ ഒരുങ്ങിയതും അവൾ വായുവിൽ ഉയർന്നു. നന്ദൻ തോളിലേക്ക് കയറ്റി കിടത്തുമ്പോൾ ദേവുവിന് വയറുവേദനിച്ചു. വിട് നന്ദേട്ട. ദേവു കുതറി. നന്ദൻ അതൊന്നും ഗൗനിക്കാതെ മുന്നോട്ട് നടന്നു.